നമുക്ക് ഇത്ര ഒരു ഓഫേഴ്സ് നിലവിൽ ഒരു ബ്രാൻഡും അവൈലബിൾ ആക്കിയിട്ടില്ല. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓഫേഴ്സിന്റെ കൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ ഗോൾഡ് കോയിൻ ഓഫർ അഡീഷണൽ 10,000 വീണ്ടും വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണം പ്രമാണിച്ച് നിരവധി ഓഫറുകളുമായിട്ടാണ് എല്ലാ വാഹനക്കമ്പനിയും വന്നിരിക്കുന്നത്. അപ്പൊ ടാറ്റ അതുപോലെ തന്നെ നിരവധി ഓഫറുകൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഓഫറുകൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന തൊടുപുഴയുള്ള ഗോകുൽ മോട്ടോഴ്സിലാണ്. നമ്മളൊപ്പം ചേരുന്നതും ഗോകുലാണ്. അപ്പൊ ഗോകുലാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ചേരുന്ന പോലെ വെൽക്കം. അപ്പൊ അടിപൊളി ഓഫറൊക്കെ ആയിട്ടാണ് ഈ പ്രാവശ്യം ടാറ്റ വന്നിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും എല്ലാ വാഹനങ്ങൾക്കും വന്നിട്ടുണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ. നിലവിലുള്ള എല്ലാ വാഹനങ്ങൾക്കും വന്നിട്ടുണ്ട്. അതായത് പുതിയ ഇൻട്രൊഡക്ഷൻ ആയ കെർവ് ഒഴികെ മറ്റെല്ലാ വാഹനങ്ങൾക്കും വന്നിട്ടുണ്ട്. കെർവ് ആണെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ച് കസ്റ്റമേഴ്സിന് നമുക്ക് ഇൻട്രൊഡക്ടറി പ്രൈസ് തന്നെ കൊടുക്കാനായിട്ടും സാധിക്കും. ഓഫറുകൾ എന്തൊക്കെയാണ് പറയാം, നമുക്ക് ജസ്റ്റ് ഇരുന്ന് സംസാരിക്കാം അല്ലേ? അതുപോലെ ഇപ്പൊ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ടിയാഗോയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ എങ്ങനെയാണ് അപ്പൊ വരുന്നത് ടിയാഗോയ്ക്ക്? നമുക്ക് ബേസ് മോഡലിനും അതുപോലെ മറ്റ് വേരിയൻസിനും സെപ്പറേറ്റ് ആണ് നിലവിൽ ഓഫർ വരുന്നത്. ബേസ് മോഡലിന് നമുക്ക് കൺസ്യൂമർ ഓഫർ ആയിട്ട് 65,900 രൂപ വരെ കൺസ്യൂമർ ഓഫർ, അതായത് ഡയറക്റ്റ് നമ്മുടെ ഓൺ റോഡ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. 65,000. അതെ അതെ. പക്ഷെ ആ ഒരു വേരിയന്റ് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ബേസ് മോഡലിന് വരില്ല. മറ്റ് എക്സി അതായത് ബേസ് മോഡൽ ഒഴികെയുള്ള മറ്റ് മോഡൽസിന് നമുക്ക് 45,000 രൂപ വരെ ഈ പറയുന്ന കൺസ്യൂമർ ഓഫറും അതുപോലെ 25,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ ടാറ്റയുടെ തന്നെ മറ്റ് എംപ്ലോയീസിനൊക്കെ അതിൻ്റെതായ ഓഫേഴ്സും സെപ്പറേറ്റ്ലി അവൈലബിൾ ആണ്. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ നമുക്ക് ബേസ് മോഡൽ വന്നത് ഇപ്പോൾ ഓൺ റോഡ് എത്രയാണ് വരുന്നത്? പ്രൈസ് എത്രയാണ് വരുന്നത്? ഒറിജിനൽ പ്രൈസ് വരുന്നത് ഏകദേശം 670 വരുന്നുണ്ട്. 670 നമ്മൾ ഈ ഓഫർ കൂടാനുള്ള പ്രൈസ് ആണല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ. അത് നെക്സ്റ്റ് മോഡൽ വരുമ്പോഴത്തേക്കും അപ്പം ഏറ്റവും ടോപ്പ് എൻഡ് ഒക്കെ വരുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പ് എൻഡ് വരുമ്പോൾ നമുക്ക് 9 ലക്ഷം രൂപ താഴെ പർച്ചേസ് ചെയ്യാവുന്ന എല്ലാ ഫെസിലിറ്റീസുകളും കൂടിയ ഒരു വെഹിക്കിൾ തന്നെയാണ് ടിയാഗോ. ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണെങ്കിൽ നിലവിൽ ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 9 ലക്ഷം രൂപ താഴെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഏകദേശം മറ്റു മാക്സിമം ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ. നമുക്കിപ്പം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഏറ്റവും മിനിമം അടച്ചാലും നമ്മൾ എന്തോരം ഡൗൺ പേയ്മെന്റ് കൂടുതൽ അടയ്ക്കുന്നു അതനുസരിച്ച് EMI കുറവായിരിക്കും. അതാണ് നമുക്ക് ബെനിഫിറ്റ് വരുന്നത്. നമ്മളൊരു 1 lakh 2 lakh അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഡൗൺ പേയ്മെന്റിലോട്ട് പോകുമ്പോൾ അതനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് ആണ് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഡൗൺ പേയ്മെന്റ് കുറവാണെങ്കിൽ നമുക്ക് 95% വരെയും അതുപോലെ EV വെഹിക്കിൾസിന് 100% വരെ ഫിനാൻസ് ചെയ്യുന്ന ബാങ്ക്സ് ഉണ്ട്. അതെ അതെ. നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ഏകദേശം പറയാം നമുക്ക് ഏകദേശം ഒരു ഏറ്റവും മിനിമം പറഞ്ഞാൽ 60,000 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം ഇറക്കാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും. അത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഹിസ്റ്ററി, അതായത് നമ്മുടെ സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ലോൺ വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല ട്രാക്കുള്ള ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ എമൗണ്ടിൽ നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം അല്ലേ? അടുത്ത് നമുക്ക് വരുന്നത് പഞ്ചാണ്. പഞ്ച് വരുമ്പോഴത്തേനും ഇപ്പം ചേട്ടൻ അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഓൾറെഡി ഒരു എൻട്രി ലെവൽ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ നിലവിലുള്ള ഏറ്റവും കൂടുതൽ, അതായത് ഒരു SUV അല്ലെങ്കിൽ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള ഒരു വെഹിക്കിൾ ആണ് പഞ്ച്. നിലവിൽ ഇതുവരെ ഒരു ഓഫേഴ്സും വന്നിട്ടില്ല. അതായത് നമ്മൾ ഓഫർ കൊടുത്തില്ലെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു മോഡലാണ്. ഇപ്പൊ നമുക്ക് ഓണം പ്രമാണിച്ച് പഞ്ചിനും ഓഫർ വന്നിട്ടുണ്ട്. 20,000 രൂപ വരെയുള്ള കൺസ്യൂമർ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ടാറ്റ എംപ്ലോയീസ് അതായത് വെൻഡേഴ്സ് കാര്യങ്ങളെല്ലാം അവർക്ക് അതിൻ്റെതായ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് എക്സ്ട്രാ കയറി വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് പഞ്ചിന്. പഞ്ച് വരുമ്പോൾ നമുക്ക് 20,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ പ്ലസ് 20,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്. പഞ്ച് EVയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് വരുന്നത്? പഞ്ച് EVയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എല്ലാ, അതായത് മീഡിയം റേഞ്ച്, ലോങ് റേഞ്ച്, അതുപോലെ തന്നെ ലോങ് റേഞ്ചിന്റെ തന്നെ നമുക്ക് 3 ഫേസ് സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻസ് ഉണ്ട്. എല്ലാ വേരിയൻസും നമുക്ക് 30,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ അവൈലബിൾ ആണ്. 30,000 രൂപ നമുക്ക് ഡയറക്റ്റ് കുറവുണ്ടാവും. അതുപോലെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസും 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും എല്ലാ EV വെഹിക്കിൾസിനും നിലവിൽ അവൈലബിൾ ആണ്. EVയിലേക്ക് വരുമ്പോൾ നമുക്ക് പഞ്ച് എത്ര മോഡലാണ് വരുന്നത്? EVയിലോട്ട് വരുമ്പോൾ നമുക്ക് ബേസ് മോഡൽ വരുന്നത് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു മോഡലാണ്, മീഡിയം റേഞ്ച്. പിന്നെ അഡ്വഞ്ചർ ഉണ്ട്, അതിനുശേഷം എംപവേർഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂന്ന് സീരീസ് ആയിട്ടാണ് വരുന്നത്. ഓരോ സീരീസിലും അതിൻ്റെതായ സബ് വേരിയൻസ് സെപ്പറേറ്റ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയാണ് ഓൺ റോഡ് വരുന്നത്? 12 ലക്ഷം വരെ 12-10 വരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന 30,000 രൂപയുടെ കൺസ്യൂമർ ഓഫേഴ്സും അതുപോലെ തന്നെ മറ്റു ഓണത്തിന്റെ ഓഫേഴ്സ് ഇതൊന്നും കൂടാതെ നമുക്ക് നിലവിലൊരു ഓഫർ റൺ ആവുന്നുണ്ട്. അതായത് ഒരു ഗോൾഡ് കോയിൻ ഓഫർ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ടാറ്റയുടെ സ്പെഷ്യൽ ഓഫർ റൺ ആവുന്നുണ്ട്. അതായത് ഈ മാസം തന്നെ ബുക്ക് ചെയ്ത്, ഈ മാസം ഓഗസ്റ്റിൽ ബുക്ക് ചെയ്ത് ഓഗസ്റ്റിൽ വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഈ പറയുന്ന കൺസ്യൂമർ ഓഫേഴ്സും അതോ മറ്റു ഓഫേഴ്സും കൂടാതെ ഡയറക്ട്ലി ഒരു 10,000 കൂടെ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് അൾട്രോസ് ആണ്. അൾട്രോസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ
ഏക ഡീസൽ ഹാച്ച് ബാക്ക് ആണ് അൾട്രോസ്. നമുക്ക് പെട്രോൾ, ഡീസൽ, CNG വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നിലവിൽ പെട്രോൾ മാനുവൽ മോഡൽസിനാണെങ്കിലും പെട്രോൾ മാനുവൽ, അതുപോലെ പെട്രോൾ DC ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്, അതുപോലെ ഡീസൽ മോഡൽസിന് നമുക്ക് 35,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ അവൈലബിൾ ആണ്. സെയിം തന്നെ CNGക്കും നമുക്ക് 35,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം നമുക്കൊരു 8 എന്നുള്ള റേഞ്ചിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ബേസ് മോഡൽ വരുന്നത് 7.5 8-നകത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ടോപ്പിന്റെ അപ് ടു നമുക്ക് 13 വരെ വരും. അത് നമുക്ക് ടർബോയിലാണോ വരുന്നത്? ടെർബോ മോഡൽസും ഉണ്ട്, നോൺ ടെർബോ മോഡൽസും ഉണ്ട്. നമുക്ക് ടെർബോ വരുമ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അൾട്രോസ് റേസർ എന്ന് പറഞ്ഞിട്ട് iTurbo പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ അൾട്രോസ് റേസർ നമുക്ക് അവൈലബിൾ ആണ്. അത് വരുമ്പോൾ നമുക്ക് ടോപ്പിന്റെ വരുമ്പോൾ ഏകദേശം 13-20 അടുത്ത റേറ്റ് വരുന്നുണ്ട്. സെയിം ഓഫർ തന്നെ, അൾട്രോസിന്റെ സെയിം ഓഫർ തന്നെ നമുക്ക് അതിനും അവൈലബിൾ ആണല്ലേ? നെക്സോണിലേക്ക് ഒന്നും ഏത് വേരിയന്റ് എടുത്താലും നമ്മൾ ഈ പറയുന്ന ഓഫർ കിട്ടുന്നുണ്ടോ? നമുക്ക് ഓരോ വേരിയൻസിനും അതിൻ്റെതായ ഓഫറാണ് വരുന്നത്. അതായത് നമുക്കിപ്പം സ്മാർട്ട് ഓപ്ഷനിൽ എന്ന് പറഞ്ഞ മോഡൽ ഏറ്റവും ബേസ് മോഡലാണ്, അതിൽ നമുക്ക് ഓഫർ വരുന്നില്ല. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ സ്മാർട്ട് പ്ലസ്, സ്മാർട്ടിന് തന്നെ ഒരു ആഡ് ഓൺ മോഡലായ സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലോട്ടാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്മാർട്ട് പ്ലസ് നോക്കുവാണെങ്കിൽ പെട്രോൾ മാനുവലിന് 20,000 രൂപയും സ്മാർട്ട് പ്ലസിന്റെ സൺറൂഫ് ഉള്ള മോഡലിന് 40,000 രൂപയും ഓഫർ വരുന്നുണ്ട്. നെക്സ്റ്റ് സീരീസ് പ്യുവർ എന്ന് പറഞ്ഞാണ്. പ്യുവർ പെട്രോൾ മാനുവൽ വരുമ്പോൾ 30,000, പ്യുവറിന്റെ സൺറൂഫ് ഉള്ള മോഡലിന് 40,000 രൂപയും ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതിന്റെ അടുത്ത മോഡലാണ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞത്. ക്രിയേറ്റീവിന് നമുക്ക് 60,000, 80,000, 1,00,000. അതായത് ക്രിയേറ്റീവിന് 60,000, ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറഞ്ഞ മോഡലിന് 80,000, ക്രിയേറ്റീവ് പ്ലസിന്റെ സൺറൂഫ് ഉള്ള മോഡലിന് 1,00,000. ഇങ്ങനെയാണ് ഓഫർ പോകുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിന്റെ മോഡൽസ് ആണ്. ഫിയർലെസ് എന്ന് പറഞ്ഞ മോഡലിന് 60, ഫിയർലെസ് സൺറൂഫിന് 60, ഫിയർലെസ് പ്ലസിന് 60, ഫിയർലെസ് പ്ലസ് സൺറൂഫിന് 60 ആണ്. ഫിയർലെസ് സീരീസ് ഫുള്ള് നമുക്ക് 60 ആണ് വരുന്നത്. സെയിം നമുക്ക് ഡീസലിലോട്ട് നോക്കിയാലും സ്മാർട്ട് പ്ലസിന്റെ സൺറൂഫ് ഉള്ള മോഡലിന് ഓഫർ വരുന്നില്ല. നമുക്ക് പ്യുവർ തൊട്ടാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്യുവറിന് 20,000, ഡീസൽ മാനുവലിന്റെ കാര്യമാണ് പറയുന്നത്. ഡീസൽ മാനുവൽ പ്യുവറിന് 20,000 വരുന്നുണ്ട്. പ്യുവർ എസ് എന്ന് പറഞ്ഞ മോഡലിന് 30,000, ക്രിയേറ്റീവ് 60, ക്രിയേറ്റീവ് പ്ലസ് 80, ക്രിയേറ്റീവ് പ്ലസ് എസ് 1,00,000. സെയിം ഫിയർലെസ് സീരീസ് കണ്ട പോലെ തന്നെ സെയിം 60,000 തന്നെയാണ് ഫിയർലെസിന്റെ സീരീസിന് വരുന്നത്. ബേസ് മോഡൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്ന് പറയാമോ? ഏകദേശം നമുക്ക് 10 lakh താഴെ, ഏകദേശം ഒരു 9 സംതിങ് നമുക്ക് വണ്ടി പെട്രോൾ വരുന്നത്. അതെ, പെട്രോൾ മാനുവൽ. ബേസ് മോഡൽ നമുക്ക് പെട്രോൾ മാനുവൽ ആയിരിക്കും വരുന്നത്. ഡീസൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡീസൽ ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ മോഡലോട്ട് നമുക്ക് ഡീസൽ മാനുവൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ആ ഒരു വേരിയന്റ് നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ അല്ല. നമുക്ക് പ്യുവർ എന്ന് പറഞ്ഞ മോഡലോട്ടാണ് ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് ഡീസലിൽ. 1 lakh ഒക്കെ അടച്ചിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഫിനാൻസ് ആണെങ്കിൽ 7 ഇയറും 5 ഇയറും സ്കീം അവൈലബിൾ ആണ്. അപ്പൊ കസ്റ്റമർക്ക് ഏതാണോ അവരുടെ ചോയ്സ് വരുന്നത്, അല്ലെങ്കിൽ അവർ ഏതിനാണോ എലിജിബിൾ ആയിട്ടുള്ളത്, നമുക്ക് അതനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നെക്സോൺ EVയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് നെക്സോൺ EVയിലോട്ട് വരുമ്പോഴത്തേനും ക്രിയേറ്റീവ് പ്ലസ് എന്ന മോഡലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിയേറ്റീവ് പ്ലസ് തൊട്ടിട്ട് ഫിയർലെസ്, ക്രിയേറ്റീവ് പ്ലസ്, ഫിയർലെസ് പ്ലസ്, ഫിയർലെസ് പ്ലസ് എസ്, ഇത്രയാണ് നമുക്ക് മോഡൽസ് വരുന്നത്. ഈ ഇത്രയും മോഡൽസിന് നമുക്ക് 70,000. പിന്നെ ഏറ്റവും ടോപ്പിന്റെ എംപവേർഡ് പ്ലസ് ലോങ് റേഞ്ച്, അഥവാ എംപവേർഡ് പ്ലസ് ലോങ് റേഞ്ച് ഡാർക്ക് എഡീഷൻ, ഈ 2 ലോങ് റേഞ്ച് ഏറ്റവും ടോപ്പിന്റെ ഡാർക്ക് എഡീഷനും നോൺ ഡാർക്ക് എഡീഷനും 1,50,000. അതിന്റെ താഴെയുള്ള വേരിയൻസിന് 70,000 രൂപയായിരിക്കും ഡിസ്കൗണ്ട് വരുന്നത്. ഓൺ റോഡ് നമുക്ക് ഈ പറയുന്ന ക്രിയേറ്റീവ് പ്ലസിന് 16 ലക്ഷം രൂപയാണ് ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എംപവേർഡ് പ്ലസ് എന്ന് പറഞ്ഞ മോഡല് നമുക്ക് ഒരു 21-22 ഇടയ്ക്ക് വരും ഓൺ റോഡ് വരും. അതിൽ നിന്ന് ഇത്ര പറഞ്ഞ ഒരു ഓഫർ, ഒരു വലിയ ഇപ്പം ചെന്ന് നോക്കിയാൽ നമുക്ക് 1,50,000 രൂപ എന്ന് പറഞ്ഞാൽ നെക്സോണിന് ഫസ്റ്റ് ടൈം വരുന്ന, നെക്സോൺ EVക്ക് ഫസ്റ്റ് ടൈം വരുന്ന ഓഫറാണ്. അതായത് നമുക്കിപ്പം എന്താ പറയുക, ഇത്ര ഒരു വലിയൊരു ഓഫറിൽ വണ്ടി, നമുക്ക് ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയ ഒരു വണ്ടി നമുക്ക് നിലവിൽ ഒരു ബ്രാൻഡിനും നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല. ഇതൊരു ബൾക്കർ ഓഫർ, അതായത് ഡയറക്റ്റ് ഓൺ റോഡ് പ്രൈസിൽ നിന്ന് ഇത്ര ഡിസ്കൗണ്ട് നമുക്ക് മറ്റൊരു ബ്രാൻഡിനും അവൈലബിൾ അല്ല. അതുപോലെ അപ്പം നമ്മുടെ പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്ന ഹാരിയർ, സഫാരി, അപ്പം അതിനൊക്കെ എങ്ങനെയാണ് ഓഫർ വരുന്നത്? നമുക്ക് ഈ സെയിം നെക്സോണിൽ കണ്ട പോലെ തന്നെ, സെയിം 797 ഓഫർ പോലെ തന്നെ ഹാരിയറിനും സഫാരിക്കും കിങ് ഓഫ് SUVs എന്ന് പറഞ്ഞിട്ട് ഓഫർ റൺ ആവുന്നുണ്ട്. അതായത് നമ്മൾ 20 lakhs SUVs വിറ്റതിന്റെ സെയിം ഒരു ഫെസ്റ്റീവ് ഓഫറായിട്ട് വരുന്നതാണ്. ഇതിന് വരുമ്പം ഹാരിയറിന് നമുക്ക് 50,000 മുതൽ 1,20,000 വരെയും, സഫാരിക്ക് 70,000 മുതൽ 1,40,000 രൂപ വരെയും ഓരോ വേരിയൻസ് അനുസരിച്ച് നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഓരോ വേരിയൻസിനും സെയിം നെക്സോണിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ വേരിയൻസിനും അതിൻ്റെതായ ഓഫേഴ്സ് ആയിരിക്കും വരുന്നത്.
ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ക്യാഷ് ഓഫറിന്റെ കാര്യം പറഞ്ഞു, ഇതുകൊണ്ടാണ് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെ വല്ലതും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടോ? ഉണ്ട്, എക്സ്ചേഞ്ച് ബോണസ്. അത് ഓരോ മോഡൽസ് അനുസരിച്ച് നമുക്ക് ഓരോ മോഡൽസിനും എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ടല്ലേ? ഇ വി ഉൾപ്പെടെ എല്ലാ മോഡൽസിനും എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ടല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെ നമ്മൾ ഓണം പ്രമാണിച്ച് നമുക്ക് ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാല്ലേ. ഏറ്റവും എനിക്ക് നല്ല പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ എടുക്കാനാണ് കുറച്ചുകൂടെ ഓഫറുകൾ. കാരണം പ്രീമിയം സെഗ്മെന്റിൽ നമുക്ക് ഇത്ര ഒരു ഓഫേഴ്സ് നിലവിൽ ഒരു ബ്രാൻഡും അവൈലബിൾ ആക്കിയിട്ടില്ല. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓഫേഴ്സിന്റെ കൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ ഗോൾഡ് കോയിൻ ഓഫർ അഡീഷണൽ 10,000 വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വാഹനങ്ങളെല്ലാം നിലവിൽ സ്റ്റോക്ക് ഉണ്ടോ? അപ്പൊ നമ്മൾ ഇപ്പം ഓണം പ്രമാണിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് തന്നെ നമുക്ക് ഡെലിവറി നമുക്ക് ഇപ്പം നിലവില് ടാറ്റയുടെ സെയിലിനെ സംബന്ധിച്ച് ഗൂഗിൾ മോട്ടോഴ്സ് ഏറ്റവും കൂടുതൽ സെയിൽസിൽ നിൽക്കുന്ന ഒരു ഡീലർഷിപ്പാണ്. നമുക്ക് മറ്റേത് ഡീലർഷിപ്പിനെ നോക്കിയാലും നമുക്കായിരിക്കും വണ്ടികളുടെ സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം കൂടുതൽ വരുന്നത്. അതുപോലെ ഇപ്പം ഏത് വാഹനങ്ങളാണല്ലോ നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കാണ്, നമുക്ക് സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പം സ്റ്റോക്കിൽ ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ബുക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് വണ്ടി ബാക്ക് ഓർഡർ വെച്ച് വണ്ടി ടാറ്റയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതിനുശേഷം കസ്റ്റമർ പേയ്മെന്റ് ആകുമ്പോൾ അനുസരിച്ച് നമുക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാം. നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിലിറ്റി എപ്പോഴും നമുക്ക് ഉണ്ടാവും. വരുന്നുണ്ടല്ലേ? നമുക്ക് വാറന്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? പണ്ടത്തെ ടാറ്റയുടെ ഒരു വാറന്റിയിൽ നിന്ന് നമുക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു വാറന്റിയിൽ നിന്നും ഇപ്പൊ നിലവിൽ നമുക്ക് 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ആണ് വാറന്റി വരുന്നത്. അതുപോലെ ചില വാഹനങ്ങൾക്ക് നമുക്ക് എക്സ്റ്റൻഡ് വാറന്റി പർച്ചേസ് ചെയ്യുമ്പോൾ 5 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ നമുക്ക് വാറന്റി കിട്ടുന്നുണ്ട്. ചില നമുക്ക് ഹാരിയർ സഫാരി പോലുള്ള വാഹനങ്ങൾക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ, ടിയാഗോ അല്ലെങ്കിൽ മറ്റേ EV വെഹിക്കിൾസ് കാര്യങ്ങളെല്ലാം 3 വർഷത്തിൽ നിന്നുള്ളത് 3 വർഷം പ്ലസ് 2 വരും. അതായത് 5 വർഷം പ്ലസ് 1,25,000 കിലോമീറ്റർ വാറന്റിയാണ് വരുന്നത്. അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം വാഹനത്തിന്റെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ ഞാൻ ഗൂഗിളിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓഫേഴ്സിന്റെ കാര്യങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ വണ്ടിയിലെ ബുക്ക് ചെയ്യാനാണെങ്കിലോ ടെസ്റ്റ് ഡ്രൈവർ ആണെങ്കിലോ എന്തിനാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാലോ? തീർച്ചയായിട്ടും. അപ്പോൾ എന്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബ്രോ, താങ്ക് യു സോ മച്ച്.